ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശിയായിട്ടുള്ള സക്കീർ ഹുസൈൻ സാറിനെയാണ്. ആയിരത്തി 1987 അദ്ദേഹം പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്നത്. പല ബിസിനസ്സുകൾ ചെയ്ത് പക്ഷെ അവസാനം അദ്ദേഹത്തിന്റെ ഇഷ്ട മേഖലയായ ട്രാൻസ്പോർട്ടിൽ ഒരു സംരംഭം തുടങ്ങി. ഇന്ന് ദുബായിലെ അറിയപ്പെടുന്ന ട്രാൻസ്പോർട്ട് കമ്പനികളിൽ ഒന്നായിട്ട് ഒയാസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുൻപേ സക്കീർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഓക്കെ. ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശിയാണ്. അവിടെയാണോ ജനിച്ചതൊക്കെ? അതെ, കായംകുളത്താണ്. ഓക്കെ. നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പിന്നീട് പ്രവാസിയായി മാറുന്നു അല്ലേ? ഓക്കെ. പിതാവിന് എന്തായിരുന്നു ജോലി? പിതാവ് സംസ്ഥാന ഭാഗ്യക്കുറിയിൽ ജോയിന്റ് ഡയറക്ടറായിട്ടാണ് റിട്ടയർഡ് ചെയ്തത്. പിന്നെ പി കെ കുഞ്ഞ് മന്ത്രിസഭയിൽ പി കെ കുഞ്ഞിന്റെ PA ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആലപ്പുഴ ജില്ലയിലെ ഒരു LLM ഡിഗ്രി ഹോൾഡറാണ്. എപ്പോഴും നമ്മളെ നമ്മളുടെ കാര്യങ്ങളിലെല്ലാം ഫുൾ സപ്പോർട്ടും നമുക്ക് അഡ്വൈസും ഒക്കെ തന്ന് നല്ല രീതിയിൽ നമ്മളെ വളർത്താനുള്ള ഒരു സപ്പോർട്ട് ചെയ്ത അതെ, ഉപ്പയുടെ ചില വാക്കുകൾ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എപ്പോഴും പറഞ്ഞു തന്നിരിക്കുന്നത്, നമ്മൾക്ക് കിട്ടുന്ന പണങ്ങൾ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ അത് എല്ലാം നമ്മുടേതാണെന്ന് കരുതരുത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുക. പിന്നെ നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഹലാൽ എന്നുള്ളത് മുറുകെ പിടിക്കുക. അതൊക്കെ ജീവിതത്തിൽ ഞാൻ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നമ്മുടെ മക്കളെ പഠിപ്പിച്ചതും എല്ലാം അത് തന്നെ. ഈ കാര്യങ്ങളാണ്. 13 വർഷം കഴിഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയൊക്കെയാണ് നമ്മൾ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതെ, തീർച്ചയായും എപ്പോഴും എന്നും ആ മരണശേഷം എല്ലാ ദിവസങ്ങളിലും എൻ്റെ സുബൈ പ്രാർത്ഥനകളിൽ ആദ്യം ഫാദറിനെ വാപ്പയാണ് ഉൾപ്പെടുത്തുന്നത്. വാപ്പയെ എല്ലാവരെയും ഉൾപ്പെടുത്തും, പ്രത്യേകിച്ച് വാപ്പയെ എല്ലാ സുബൈക്കുള്ള പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എത്രാമത്തെ മകനായിരുന്നു സാർ? ഒന്നാമത്തെ മകനാണ്. മൂത്ത മകൻ. എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങള് 5 ആണും 1 പെണ്ണും, 6 പേരാണ്. അതിൽ ഏറ്റവും മൂത്ത ആളാണ്. അതെ. നാട്ടിൽ എന്തെങ്കിലും ജോലി സാർ ചെയ്തിരുന്നോ? നാട്ടില് PWDയിൽ കുറെ കോൺട്രാക്ട് വർക്ക് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഗൾഫിൽ എല്ലാവർക്കും വന്നൊരു സ്വപ്നമാണല്ലോ ഗൾഫ്. ഗൾഫ് എന്ന് പറയുന്ന അന്നത്തെ മോഹമാണ് അല്ലെ? ഏതൊരു പ്രവാസിയും പോലെ ജോലി എന്ന സ്വപ്നമായിട്ടാണ് സാറ് ഇവിടെ വരുന്നത്. എവിടെയായിരുന്നു ആദ്യം വന്നിറങ്ങിയത്? ഏത് എമിറേറ്റിലായിരുന്നു? ആദ്യം ഞാൻ ആദ്യം സൗദിയിലായിരുന്നു, സൗദി റിയാദിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ദുബൈയിലേക്ക് വരുന്നത്. ദുബൈയിൽ വന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഹത്തയിലാണ് ആദ്യം സെറ്റിൽ ചെയ്തത്. കാര്യം ഏറ്റവും ഹത്തയിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളും റിലേറ്റീവ്സും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹത്ത തിരഞ്ഞെടുത്തത്. ഹത്തയിൽ നിന്നാണ് നമ്മൾ പിന്നെ അന്ന് ഒരു വർഷത്തിന് ശേഷം മുതൽ ഫാമിലി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ആദ്യം മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റു 2 പേരും ഹത്തയിലാണ്. മറ്റു 2 പേരും രണ്ടാമത്തെ മോന് നാട്ടിലാണ്. പക്ഷെ ഹത്ത ജീവിതത്തിൽ അവരെല്ലാം പിന്നാണ് വന്നു ചേർന്നതാണ്. എൻ്റെ വിവാഹം സൗദിയിൽ നിന്ന് വന്നൊരു 3 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പോ 90-90 അങ്ങനെ സാർ UAE വന്നു. ഹത്തയിലേക്ക് ഭാര്യയും കൂടെ കൂട്ടി. ഞാൻ വന്നു 1 വർഷം കഴിഞ്ഞ് ഭാര്യയും ജോയിൻ ചെയ്തു അല്ലെ? പിന്നീട് മക്കളും പഠനമൊക്കെ ആയിട്ട് നമ്മൾ ഹത്തയിൽ തന്നെയായിരുന്നു. ആ ഒരു കാലത്ത് തുടങ്ങിയ ബിസിനസ് എന്താണ് സ്റ്റാർട്ടിങ്? ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറന്റ്, അങ്ങനെ ഒരു ചെറിയ പരിപാടികൾ. അതിന്റെ ആ സമയത്താണ് നമ്മളുടെ മോന് ദുബൈ സ്കൂളിലേക്ക് 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അന്നേരം ട്രാൻസ്പോർട്ട് അവന് ചെറുതായിരുന്നു. അതിലും ദുബൈയിലാണ്. അങ്ങനെ വണ്ടി സൗകര്യം ഇല്ലാതിരുന്നതുകൊണ്ട് ഞാനായിട്ട് ഇവനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ കുറേ ഫാമിലികൾ ഹത്തയിലുള്ള നമ്മളെ പരിചയത്തിലുള്ളവർ അവരെല്ലാം നമ്മളുമായിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ പിന്നെ അത് വികസിപ്പിച്ചു. ഒരു ബസ്സിലേക്കായി. അതെ, വരത്തിലായിരുന്നു. അങ്ങനെ അന്നേരം ഒരു സ്കൂളിലെ കുട്ടികളായിരുന്നില്ല, പല സ്കൂളിലെ കുട്ടികളായിരുന്നു. അപ്പോൾ ആ സ്കൂളുമായിട്ടൊക്കെ നമുക്കൊരു റിലേഷനായി. അങ്ങനെയാണ് ഒരു ട്രാൻസ്പോർട്ടേഷനിലേക്കുള്ള ഒരു തുടക്കം. അതാണ്. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ അതൊരു മേഖല ബിസിനസ്സായി വളർന്നു. നമ്മൾ ഹത്തയിൽ നിന്ന് മാറി ദുബൈയിലേക്ക് തന്നെ വന്നു. ദുബൈയിലുള്ള
അതുപോലെ ഒരുപാട് പേര്, പിന്നെ ലുലു ഗ്രൂപ്പ്. ആദ്യം നമ്മുടെ സംരംഭം എൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു എൻട്രൻസ് ലുലുവിലാണ്, ലുലു ഗിസേസിലാണ്. പിന്നെ എല്ലാ ലുലു ഏകദേശം നമ്മളുടെ കയ്യിൽ നല്ലൊരു ഗ്രൂപ്പിലേക്ക്, നല്ല രീതിയിലേക്ക് പോയി. അതെ അതെ, അത് വികസിച്ചു. പിന്നെ പൊതുവെ ദുബൈയിലെ എല്ലാ മെയിൻ കമ്പനികളുമായിട്ട് നമുക്ക് റിലേഷനുണ്ട്. അങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു തുടക്കം. അതെ അതെ. തുടങ്ങി ഇത്രയും വർഷമാണ് ഒയാസിസ് ഗ്രൂപ്പ് എന്ന പേരിൽ ലോഞ്ച് ചെയ്യുന്നത്. ഒരു 2010 ശേഷമാണ്. അങ്ങനെ നമ്മളൊരു ഒന്നും കൂടെ ഒന്ന് വികസിപ്പിച്ചു. പേര് നമ്മളൊരു ഇന്റർനാഷണൽ പേര് അത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒയാസിസ് ട്രാൻസ്പോർട്ട് എന്ന പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനുശേഷം അതിൻ്റെ കീഴിലാണ് ഇതെല്ലാം നമ്മൾ സ്വരൂപിച്ചു കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഒരു മേജർ വർക്ക്ഷോപ്പ് നമ്മൾ അജ്മാനിൽ തുടങ്ങിയിട്ടുണ്ട്. വലിയ ലാർജ് സ്കെയിലിൽ നമ്മൾ ഓൺ ലാൻഡിൽ. അവിടെ തന്നെയാണ് അക്കോമഡേഷനും എല്ലാം, നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെയും മറ്റെല്ലാ അക്കോമഡേഷനും കൊടുക്കാൻ വേണ്ടിയിട്ട് അജ്മാനിൽ തന്നെ തുടങ്ങി. പിന്നെ ഇത് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ മൂത്ത മോനാണ് ചെറുപ്പം മുതൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം. പിന്നെ മൊത്തം 3 മക്കളാണ്. മൂത്തത് അസ്മൽ ഹുസൈൻ, ഡോക്ടർ അസ്മൽ ഹുസൈൻ. അവന് എസ്തറ്റിക് മെഡിസിനിൽ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ അവൻ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ജുമേരയിൽ ഏതാണ്ട് ഫൈനലായിട്ടുണ്ട്. നമ്മളൊരു വേറൊരു ഇതിൽ നിന്ന് മാറി ബിസിനസ്സും കൂടെ എന്നുള്ള രീതിയിൽ. അതെ, മകനൊരു 4 വർഷത്തോളം അതിൽ ആ ഫീൽഡിൽ ഇപ്പോൾ പരിചയമുണ്ട്. പിന്നെ 2 മാസം മുമ്പാണ് വിവാഹിതനായത്. അന്നേരം അങ്ങനെ മറ്റൊരു മകളെയും കൂടി നമുക്ക് കിട്ടി, ഐഷ നഹാല്, കോഴിക്കോടാണ്. പിന്നെ അവരും ഫാമിലി ഇവിടെ ഉണ്ട്, ദുബൈയിലാണ് താമസം. രണ്ടാമത്തെ ആള് അജ്മൽ ഹുസൈൻ. ഫോറൻസിക്കില് ഡിഗ്രി എടുത്തിട്ടുണ്ട്. ഇപ്പം മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് UK പഠിക്കുന്നു. പിന്നെ മൂന്നാമത്തത് മകളാണ്, മകള് അഫ്ര സഗീർ ഹുസൈൻ, MBBS 3ാം വർഷം പഠിക്കുന്നു. അപ്പം എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് നമ്മളുടെ മക്കൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റി. അവർക്ക് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ദൈവാനുഗ്രഹത്താൽ നമ്മൾ ഒരു സെറ്റപ്പിലെത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈഫ് ഇതിന്റെ എല്ലാം ജീവിത പങ്കാളി. അതെ അതെ അതെ. 90-ലാണ് വിവാഹം കഴിഞ്ഞത്. ഏകദേശം 30 വർഷമായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ സ്ട്രഗിളും കണ്ട വ്യക്തിയാണ്. സപ്പോർട്ട് എത്രത്തോളാണ് ജീവിതത്തിൽ? ഇല്ല, വൈഫ് എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ഒരു കൺട്രോൾ ഒരാൾ വേണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും. ഇപ്പം വീട്ടിലാണെങ്കിലും നാദം വേണം, നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു ലൈഫ് പാർട്ട്ണർ. അപ്പോൾ ആ ഒരു രീതി എപ്പോഴും നമ്മളെ കൂടുതൽ സഹായിക്കും. പിന്നെ നമ്മളുടെ ചില വിഷമഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ എപ്പോഴും ഇപ്പം മനുഷ്യൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഈ കൊറോണ സമയത്ത് തന്നെ പിന്നെ പല ഫ്രണ്ട്സ് എൻ്റെ അടുക്ക ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് 24 മണിക്കൂറും വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വീട്ടിലിരിക്കാനാണ്. കാര്യം വീട്ടിനകത്ത് നമ്മളൊരു സമാധാന അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിലേ വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ. പലർക്കും അത് പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്നത് വീട്ടിലിരിക്കുന്നതാണ്. ഒന്നിച്ച് യാത്ര ചെയ്യുക, എവിടെ പോയാലും വൈഫും മക്കളുമായിട്ട് യാത്ര ചെയ്യുക. എല്ലാ യാത്രകളും അങ്ങനെ തന്നെയാണ് ഞാൻ സെറ്റിൽ ചെയ്യുന്നത്. അപ്പം ചുമ്മാതെ വെളിയിൽ പോയാലും ഞാൻ വൈഫുമായിട്ടായിരിക്കും പോകുന്നത്, യാത്ര ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു കംഫർട്ടാണ് അതെല്ലാം. തീർച്ചയായും. നമ്മുടെ വൈഫ് ഇതുപോലെ സാറിന്റെ ബിസിനസ്സുകളിൽ ഇടപെടുമോ? അതിന്റെ പാർട്ട്ണറാണ്, ബിസിനസ്സിൽ പാർട്ട്ണറാണ്. അപ്പം അതിന്റെ നമ്മൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. രണ്ട് രീതിയിൽ, അതായത് പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ രണ്ടിലും ഒരുപോലെ സാറിന് സ്ട്രെങ്ത് അത് വൈഫ് മാത്രമല്ല മക്കളും. മക്കളെന്ന് വെച്ചാൽ മോൾ മാത്രമേ ഉള്ളൂ വലുതായിട്ട് ഇടപെടാത്തത്. ബാക്കി മൂത്താളും രണ്ടാമത്തെ ആളാണ് നമ്മളെ എല്ലാം കോർഡിനേറ്റ് ചെയ്യാനുള്ള. ഇപ്പോഴത്തെ നേരത്തെ മൂത്താളായിരുന്നു, അവനിപ്പോൾ കുറച്ച് ബിസിയായി, അങ്ങോട്ട് മാറി. പിന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ ബിസിയായി. പിന്നെ ഇപ്പൊ നമ്മളൊരു സപ്പോർട്ടില്ല. അപ്പം അവൻ UK പോയി. അന്നേരം വൈഫിലെ പേര് നസീല ഹുസൈൻ. അതെ അതെ, കായംകുളം സ്വദേശി തന്നെയാണ്. കായംകുളത്ത് ഞങ്ങളുടെ നമ്മൾ വീട് ഒരു 2 കിലോമീറ്റർ ബിറ്റ്വീൻ, അതേ ഉള്ളൂ, ഡിഫറൻസ് ഉള്ളൂ. തീർച്ചയായും ഒരു ഹാപ്പി മാനിന് പുറകിൽ ഒരു ഹാപ്പി ഫാമിലി തന്നെയാണ്. അതെ അതെ, വളരെ സന്തോഷകരമായ നമ്മുടെ തുറന്ന് മനസ്സിൽ നമുക്കൊരു എപ്പോഴും ജീവിതത്തിൽ നമ്മുടെ ഒരു സന്തോഷം വേണമെങ്കിൽ ഫാമിലി എപ്പോഴും ഓക്കെ ആയിരിക്കണം. ആ ഒരു ഓക്കെയിൽ നമ്മൾ പോകുന്നു. ദൈവാനുഗ്രഹം എല്ലാത്തിനും എപ്പോഴും ദൈവത്തിനെ സ്തുതിക്കുന്നു. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ വൈഫിൻ്റെയും മക്കളുടെയും പ്രാർത്ഥനയും
എല്ലാം, പിന്നെ നാട്ടിലുള്ള നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന തീർച്ചയായും എല്ലാവരുടെയും, പിന്നെ ഒരു കുറഞ്ഞതൊരു 10-60-70 കുടുംബങ്ങൾ എന്നിൽ കൂടെ ജീവിക്കുന്നുണ്ടെന്നുള്ള ഒരു ആശ്വാസം. അവരിലെ എപ്പോഴും അവരുടെ ഒരു നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. കാര്യം ഞാനിതൊന്നും അറിയുന്നില്ല. ഇപ്പോൾ ഒരു ഫോൺ കോൾ പോലും വരലില്ല. കാര്യം ഇതെല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രൈവർമാരാണെങ്കിലും മറ്റ് നമ്മുടെ ഓഫീസ് സ്റ്റാഫാണെങ്കിലും നമ്മുടെ മറ്റ് സപ്പോർട്ടിങ് സ്റ്റാഫുകൾ എല്ലാം വളരെ നല്ല രീതിയിൽ അവരെയൊന്നും ഒരിക്കലും നമുക്ക് വിസ്മയിച്ചുകൊണ്ടൊരു കാര്യം പറയാനൊക്കില്ല. നമ്മൾ ഫാമിലി പറയുന്ന പോലെ തന്നെ നമ്മുടെ ഫാമിലിയെ പോലെ തന്നെ ഒരുപോലെ വേണം നമ്മൾ അവരുമായിട്ട് സഹകരിച്ച് പോകുന്നത്. അവർ നമ്മളുമായിട്ടും അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ പറയാറുണ്ട്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെയ്യണം ആഗ്രഹമുണ്ട്, മനസ്സിൽ അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റൂ. ഇന്ന് ഒയാസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ എത്ര സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഏകദേശം ഒരു 150 സ്റ്റാഫുണ്ട്. നമുക്കറിയാം COVID-19 എന്ന സിറ്റുവേഷൻ വന്ന സമയത്ത് UAE ഗവൺമെന്റ് ചെയ്ത പൊരുതലുകൾ സാർ കണ്ടതാണ്. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, നല്ല രീതിയിലാണ്. കാര്യം അവര് ചെയ്യുന്ന നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, ഇപ്പോൾ ഇവിടുത്തെ തന്നെയാണ് KMCC ഒക്കെ ഇടപെട്ട് അവർക്ക് നമ്മൾ ഇൻവോൾവ് ആയി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ അവർ വഴി നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ അവർ നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എഫേർട്ടാണ് അവരെടുക്കുന്നത് എല്ലാ കാര്യത്തിലും. നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഒരു വിദേശിയായിട്ടല്ല നമ്മളെ കാണുന്നത്, അവരുടെ കുടുംബാംഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെ പലരുമായിട്ടും ഈ ഇവിടുത്തെ സ്വദേശികളുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്, നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. 33 വർഷമായി ഈ ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളാണ്. ഈ രാജ്യവും ഇവിടുത്തെ സ്വദേശികളും ഇവിടുത്തെ ഭരണാധികാരികളും സാറിന്റെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? നല്ല രീതിയിൽ കാരണം അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, നമ്മൾ അവരുടെ വീട്ടിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തരുന്നൊരു സ്വീകരണം അത് ഒരിടത്തും നമുക്കത് കിട്ടൂല. അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകരണം നമ്മളിപ്പോൾ മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഒരു ലോക്കലിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അവിടുത്തെ സ്വീകരണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പോലും ഒക്കത്തില്ല. അതിനൊന്നും അത്ര നല്ല രീതിയിലുള്ള സ്വീകരണങ്ങളാണ് ഇവിടുത്തെ ഈ സ്വദേശികളുടെ നിന്ന് കിട്ടുന്നത്. മകന്റെ വിവാഹം ഇപ്പൊ അടുത്ത് കഴിഞ്ഞതാണ്, 2 മാസമേ ആയിട്ടുള്ളൂ. നമ്മൾ കോവിഡ് സിറ്റുവേഷനിലിടയിലാണ്, ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് വിവാഹം കഴിഞ്ഞത്. അത് ഇവിടെ വെച്ചായിരുന്നു നടത്തിയത് അല്ലേ സാർ? അത് നടത്താൻ വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു? ഇവിടെ നമ്മൾ പല ഡേറ്റുകളും മാറ്റി വെച്ചു. ആദ്യമേ ഒരു ഡേറ്റ് എടുത്തു, പിന്നെ ഡേറ്റ് എടുത്തു, പിന്നെ നമുക്ക് നമ്മളൊരു ഇച്ചിരി നല്ല രീതിയിൽ നടത്തണമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് ഇവിടെ വെച്ച് തന്നെ നടത്തി ചെറിയ രീതിയിൽ. എന്നാലും നമ്മൾ അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സിനെയും ഒക്കെ പങ്കെടുപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു ചരിത്രത്തിൽ. നാട്ടിൽ നമ്മുടെ മാതാപിതാക്കളാരും ഇല്ലായിരുന്നു, നമ്മുടെ മറ്റേ റിലേഷനിലാരും ഇല്ലായിരുന്നു. ഇവിടെയുള്ള റിലേഷനും ഇവിടുള്ള എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ. എല്ലാവരും ഫോണിൽ കൂടെയും മറ്റ് രീതിയിലൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരുടെയും പെർമിഷൻ വാങ്ങിച്ചു, എന്നിട്ട് നടത്തി. എല്ലാം ദൈവാനുഗ്രഹം, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, എല്ലാം അങ്ങനെ കഴിഞ്ഞു. സാർ, നാടുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? കാര്യം സാറിന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ നാട്ടിലാണുള്ളത്. വർഷം തോറും നാട്ടിൽ പോകാറുണ്ട്? ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് ഒരു 2 മാസം 3 മാസം പീരീഡിൽ ഒരു ലിമിറ്റഡ് പീരീഡ് 10-15 ദിവസം അങ്ങനെ ഞാനും വൈഫും കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് നാട്ടിലും കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒയാസിസ് എന്ന പേരിൽ തന്നെ ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട്, ഒയാസിസ് കൺവെൻഷൻ സെൻ്റർ കായംകുളം. പിന്നെ AC കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. കൊറോണ ആയപ്പോഴാണ് ഇപ്പോൾ ഒരു ഡൗൺ ആയി. ഇപ്പോൾ ആ കൊറോണ കൺവെൻഷൻ സെൻ്റർ നമ്മളിപ്പം പിന്നെ മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. കൊറോണയുടെ ട്രീറ്റ്മെൻറ്റ് ക്വാറന്റൈൻ വാർഡല്ല, അവിടെ ഡോക്ടേഴ്സിനെ താമസിപ്പിക്കാനും പിന്നെ അത്യാവശ്യം മെയിൻ സീരിയസ് ഉള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 5 മാസമായിട്ട് അത് ആ രീതിയിൽ നമ്മളെ കൊണ്ടൊരു ചെയ്യാവുന്നൊരു ചെറിയ സഹായം അത് അവരുമായിട്ട് ചെയ്തിട്ട് അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് സ്ഥാപനങ്ങളെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഒരു ടവറുണ്ട്, ഒയാസിസ് ടവർ എന്ന് പറഞ്ഞിട്ട് തന്നെ. പിന്നെ ഒരു ഹോസ്റ്റലുണ്ട്, ഒയാസിസ് ഹോസ്പിറ്റൽ. അറിയാലോ, കൊറോണ ആയതുകൊണ്ട് പിന്നെ നാട്ടിലെ നമ്മൾ ആദ്യമേ ഒന്ന് പകച്ചു കൊറോണ കാര്യം, ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള. പക്ഷെ ഇപ്പം നമ്മൾ അൽഹംദുലില്ലാ ദൈവാനുഗ്രഹം എല്ലാം അതെ. ഇപ്പം ദുബായെ സംബന്ധിച്ചോളം ഇപ്പം തിരിച്ചു വരുന്നുണ്ട്. നമുക്കത് എഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ലപോലെ. ഇപ്പോൾ പുതിയ റിക്വയർമെൻറ്റും പുതിയ കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനാണ് പിന്നെ നമ്മളൊരു ഫീൽഡ് ചേഞ്ചിൽ എന്നുള്ള രീതിയിൽ മോനുമായിട്ടുള്ള ഇതിൽ അവനൊരു ക്ലിനിക്ക് തുടങ്ങാനും ക്ലിനിക്കിലേക്ക് നീങ്ങാനും അങ്ങനെ ആ ഒരു എസ്തെറ്റിക് സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കാണ്. അറ്റ്ലിയർ എന്നാണ്, അറ്റ്ലിയർ എസ്തെറ്റിക് സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കാണ്. അങ്ങനെ ജുമേരയിലാണ്. ജുമേര ബ്രിഡ്ജൽ അറബിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്
അപ്പം ഇൻഷാല്ലാ അത് ഈ മാസം അവസാനത്തോടുകൂടി ഓപ്പൺ ആക്കാം എന്ന് വിചാരിക്കുന്നു. അതെ അതെ, നമ്മൾ വേറൊരു ബിസിനസ്സിലേക്ക് കൂടി ചുവട് വെക്കുകയാണ് അല്ലേ? അതെ, മകനാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത്. അതെ അതെ, അവനാണല്ലേ 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതെ അതെ, അപ്പോൾ അന്നേരം അവനും എൻ്റെ ഒരു 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അന്നേരം എല്ലാവരും കൂടെ കൂടി അതൊന്ന് അതിലേക്ക് എത്തി. അതെ അതെ, തീർച്ചയായും സാറ് ഇത്രയും വർഷമായിട്ട് ബിസിനസ്സിലുള്ള ഒരാളാണ്. അപ്പൊ മകൻ പുതുതായിട്ടൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ സാറ് നൽകുന്ന ഉപദേശം എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്മാൻ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക? അല്ല, എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്റ്റാഫിനെ, നമ്മൾ മെയിനായിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട്. കാര്യം എപ്പോഴും നമ്മൾ നേരെ നിൽക്കുമ്പോൾ നമ്മളൊരു കൈ നീട്ടുമ്പം നമ്മൾക്ക് അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലേക്ക് എത്തണം. അപ്പോൾ അവരുടെ സപ്പോർട്ട്, അപ്പോൾ അവർ തരുന്ന സാധനം മാറിപ്പോയാൽ തീർന്നു. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു സപ്പോർട്ട് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പിന്നെ 100% സത്യസന്ധമായിട്ടുള്ള ഹലാൽ, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഒയാസിസ് ഗ്രൂപ്പിന്റെ വിഷൻ എന്താണ്? വിഷൻ നമുക്ക് ഇപ്പോഴത്തെ വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടിങ്ങിൽ മാത്രമല്ല, നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ക്ലിനിക്ക് ചെയ്തത്. കൂടുതൽ ബിസിനസ്സുകൾ, അതായത് നമ്മുടെ കളം മാറ്റി ചവിട്ടാനുള്ള ഒരു മനസ്സ് സാറിനുണ്ട്? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഒരു ബിസിനസ് തന്നെ സ്റ്റക്ക് ഓൺ ചെയ്യാതെ പല ബിസിനസ്. അതെ, ഇപ്പം നമ്മൾ ഈ കൊറോണ തുടങ്ങിയ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ചില പുതിയ രീതികളും പുതിയ കാര്യങ്ങളും. അപ്പം അത് എപ്പോഴും നമ്മളത് നമ്മുടെ ഒരു മനസ്സിൽ തോന്നിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കത് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ നീങ്ങണമെന്നാണ്, അങ്ങനെയുള്ളൊരു തീരുമാനമാണ് എപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ മനസ്സിൽ ഒരു തിങ്ക് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നീങ്ങുള്ളൂ. അന്നേരം അതിൽ മുറുകെ പിടിച്ച് നീങ്ങുക എന്നുള്ളതാണ്. പിന്നെ പാർട്ട്നേഴ്സിനെ മിക്കവാറും ഞാൻ എൻ്റർടൈൻ ചെയ്യിക്കാറില്ല. കാര്യം നേരത്തെ ഒരുപാട് നല്ല അനുഭവങ്ങളല്ല. അതുകൊണ്ട് എന്തും സ്വന്തമായി ഏറ്റെടുത്ത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാന്നുള്ളതാണ്. അതാണ് കാര്യം നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും നമ്മളെപ്പോഴും മറ്റുള്ളവരായിട്ടും കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാനൊരു കാര്യത്തിന് ഇറങ്ങിയാൽ ഫുൾ ഇൻവോൾവ് ആയിട്ടാണ് ചെയ്യുന്നത്, ഫുൾ അത് ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ കാര്യം നമുക്കത് വിജയിപ്പിക്കണം. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും എപ്പോഴും നമ്മളത് ഒരു രീതിയിലാണ് നീങ്ങുന്നത്. സാറിന് ഇവിടെ നാട്ടിലും നല്ലൊരു സൗഹൃദ വലയമുണ്ടോ? അതുപോലെ വാട്സ്ആപ്പ് കൂട്ടായ്മകൾ, അതിൽ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറാണോ? അതെ, നാട്ടിൽ എൻ്റെ പഴയ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ. കാര്യം അവരുമായിട്ട് വലിയൊരു റിലേഷൻ നാട്ടിൽ പറയാനെന്ന് പറഞ്ഞാൽ ഫാമിലിക്കകത്ത് തന്നെയാണ്, ഫാമിലിയിലുള്ള. പിന്നെ കൂടെ പഠിച്ചവർ. പിന്നെ നാട്ടിൽ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നല്ലപോലെ നടന്നു പോകുന്നത് വൈഫിൻ്റെ ഒരു ബ്രദറുണ്ട്, അൻസാരി കോയിക്കലേത്ത്. പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിലറും ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും മത്സരിക്കാനൊക്കെ നിൽക്കുന്ന ഒരാളാണ്. ഒരു രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു ആളാണ്. പിന്നെ സഹോദരനുണ്ട്, അതെ ഏറ്റവും വലിയ സഹോദരനാണ്, അബ്ദുസലാം എന്നാണ്. അന്നേരം അവർ രണ്ടുപേരുമാണ് നമ്മളെ ഫുള്ള് നാട്ടിൽ നമ്മുടെ കാര്യങ്ങളും സപ്പോർട്ടിങ്ങും എല്ലാം ഉള്ളത്. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ 1-2 സംഘടനകളുണ്ട്. ഒരു കായൻസ് ഉണ്ട്, കായൻസിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഞാൻ നേരത്തെ തന്നെ ട്രഷറായിരുന്നു. അങ്ങനെ ജോലി കുറച്ചൊക്കെ തിരക്ക് കാരണം കൂടുതൽ അതിനകത്തേക്ക് പറ്റുന്നില്ല. പിന്നെ WMC അജ്മാൻ യൂണിറ്റിൻ്റെ ട്രഷറാണ്, വേൾഡ് മലയാളി അസോസിയേഷൻ. അപ്പം അതിലെല്ലാം ബന്ധപ്പെട്ടു. അതിലും ഈ എല്ലാത്തിനെയും ഈ കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എപ്പോഴും അതിലാണ് നമ്മൾ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ എല്ലാം സന്തോഷകരമായി പോകുന്നു എല്ലാം. സാർ ഇന്ന് ഈ ഒരു നിലയിൽ എത്തി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഒരുപാട് പേരുടെ സഹായം ഉണ്ടാവും, സപ്പോർട്ട് ഉണ്ടാവും അല്ലെ? ഈ ഒരു വേളയിൽ ആരോടൊക്കെയാണ് സാറിന് നന്ദി പറയാനുള്ളത്? ആദ്യം നന്ദി പറയാനുള്ളത് ദൈവത്തിനോട്, രണ്ടാമത് നമ്മുടെ ഫാമിലിയോട്, അവരുടെ സപ്പോർട്ട്, പിന്നെ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫ്, ജോലി എല്ലാവരും, പിന്നെ നാട്ടിലുള്ള നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ ഫാമിലി, അൻസാരി, അബ്ദുസലാം, അവരൊക്കെ എല്ലാവരും നമ്മുടെ കൂടെ എല്ലാവരും. കാര്യം ഒരു യൂണിറ്റി, ഒരു ഒത്തൊരുമ ഉണ്ടെങ്കിൽ എപ്പോഴും പറയത്തില്ലേ കുടുംബനാഥം വേണം. അന്നേരം ഒരു കൺട്രോൾ എപ്പോഴും എല്ലാവർക്കും ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാര്യം എപ്പോഴും മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഒരു വീട്ടിലെത്തുമ്പോൾ ഒരു സമാധാനം കിട്ടുക, ഒരു നല്ല വാക്ക് പറയുക, അതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഉണ്ടാകുന്ന ഒരു വികാരം. അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് അവരുടെ മാതാപിതാക്കളാണ്. അതെ, പിതാവിനേക്കാൾ ഒരു പിടി മുൻപിൽ നമ്മൾക്ക് സ്നേഹം തരുന്നത്, നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്, നമുക്ക് കരുതലായും പ്രാർത്ഥനയും ഉണ്ടാവുന്നത് ഉമ്മയാണ്. സാറിന്റെ ജീവിതത്തിൽ ഉമ്മ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഉമ്മയാണ് എപ്പോഴും. നമ്മളെ വാപ്പ ആണെങ്കിൽ ജോലി സംബന്ധമായി പല സ്ഥലത്തായിരിക്കും, ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിൽ കാണുള്ളൂ. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ പണ്ടൊക്കെ അറിയാമല്ലോ, നമ്മൾ ഫാദറിൻ്റെയൊക്കെ നേരിട്ട് എന്തെങ്കിലും സാമ്പത്തികം വേണമെങ്കിൽ ചോദിക്കലില്ല, എല്ലാം ഉമ്മ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. റെക്കമെൻഡേഷനും കാര്യങ്ങളും
എല്ലാം എന്ത് കാര്യത്തിനും ആദ്യം അവതരിപ്പിക്കുന്ന ഉമ്മ അടുക്കലാണ്. അപ്പം ഉമ്മ അത് അന്നും ഇന്നും ഇപ്പൊ തിരിച്ചിങ്ങോട്ടും എന്തെങ്കിലും സാമ്പത്തിക കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അടുക്കൽ അവതരിപ്പിക്കും. നമ്മൾ വല്ലാത്തൊരു അനുഭവമാണ്. അതൊന്നും വിവരിക്കാൻ ഉള്ളൊരു വാക്കുകളില്ല. അതൊന്നും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഭാവമാണ്. ഉമ്മയുടെ പേര് റഹീമ ബീബി. ഓക്കെ. മൂത്ത മകനാണ്, അപ്പോൾ ഒരു സ്നേഹവും വാത്സല്യ പരിഗണനയൊക്കെ കുറച്ച് അധികമായിരിക്കും അല്ലെ? മൂത്ത മകനാണ്, ആദ്യത്തെ കൺമണിയാണ്. അതെ അദ്ദേഹം നമ്മുടെ മാതാപിതാക്കളെ വിവാഹം കഴിഞ്ഞൊരു 4 വർഷം കഴിഞ്ഞാണ് എന്റെ ജന്മം. അതെ. അന്നേരം അതിൻ്റെതായ ചില കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഉമ്മ ഇപ്പോ നാട്ടിലുണ്ട് അല്ലേ? ഉമ്മ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇടയ്ക്ക് ഒന്ന് ഉമ്രയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് അന്നേരം ഞാൻ കൂട്ടിക്കൊണ്ട് വന്നു. ഉമ്രയ്ക്ക് പോയി തിരിച്ച്. കാര്യം ഇവിടെ നിൽക്കുമ്പോൾ പുള്ളിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എപ്പോഴും നാട്ടിൽ പഴയ പുള്ളി വീട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. അങ്ങനെ ഒരു 3-4 മാസം നിന്നപ്പോഴത്തേക്ക് പിന്നെ പോണമെന്നുള്ളൊരിതായി അങ്ങനെ തിരിച്ചു പോയി. ഓക്കെ. സാർ മൂത്ത ആളാണ് അല്ലെ? ബാക്കിയുള്ളവരെ പറ്റി പറയൂ. രണ്ടാമത്തെ ആളുടെ പേരെന്താണ്? രണ്ടാമത്തെ ആള് സഹിറ. വിവാഹം കഴിഞ്ഞു. കരുനാഗപ്പള്ളിയിലാണ്, പുളിമാൻ ജംഗ്ഷനാണ്. മൂന്നാമത്തെ ആള് ഷാജഹാൻ. ഇവിടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ച് ബിസിനസ് കുറച്ചാൾ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. കൊല്ലത്ത് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ ബിസിനസ് ഇപ്പോഴും നടക്കുന്നുണ്ട്, അവൻ്റെതായ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും, വിസ ഹോൾഡ് ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ അനിയൻ ഒരു താജ് മുഹമ്മദ് ഇപ്പം നാട്ടിൽ ഒരു ഓപ്റ്റിക്കൽ സെന്റർ നടത്തുന്നുണ്ട്. അതും അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ നാലാമത്തെ ആള് കുവൈത്തിലാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. അപ്പം അവിടെ കുവൈത്ത് പെട്രോളിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അഞ്ചാമത്തത് അബ്ദുസ്സലാം എന്ന് പറയും. ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബിസിനസ്സിൽ. അവനിപ്പോൾ നാട്ടിലാരും ഇല്ലാത്തതുകൊണ്ടും അവനും നാട്ടിൽ ഒരു പാഴ്സൽ സർവീസ് കമ്പനിയൊക്കെ തുടങ്ങി. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ ഉമ്മയുടെ മയം നോക്കി നാട്ടിലുണ്ട്. പിന്നെ വൈഫിൻ്റെ ആണെങ്കിലും വൈഫിൻ്റെ മൂത്ത സഹോദരിയുണ്ട്, സജീലയും ഹസ്ബൻഡ് അബ്ദുൽ ഹക്ക്, പുള്ളി എക്സൈസിലായിരുന്നു. അവർ നാട്ടിൽ സെറ്റിൽഡാണ്. പിന്നെ ഒരു ബ്രദറുള്ളത് അൻസാരി, ഞാൻ പറഞ്ഞത് അൻസാരി കോയിക്കലത്ത്. അവരും പുള്ളിയും ബിസിനസ്സൊക്കെ ആയിട്ട് നാട്ടിൽ പോകുന്നുണ്ട്. എന്നാലും അൻസാരി നമ്മുടെ അവിടുത്തെ ഒരു സപ്പോർട്ടിങ് ആളാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് അവിടുന്നാണ്. ഓക്കെ സാർ, വളരെയധികം നന്ദിയുണ്ട്. സാറിന്റെ തിരക്കേറിയ ജീവിതത്തിൽ അല്പസമയം ഞങ്ങളുമായിട്ട് ചെലവഴിച്ചു. സാറിന്റെ ഫാമിലിയെ പറ്റി, ബിസിനസിനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സാറിന്റെ മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ഒരു പുതിയ വെഞ്ചർ ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സാർ. ഓക്കെ, നന്ദി, നമസ്കാരം.